ഇപ്പം നമ്മുടെ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ കയ്യിൽ ഒത്തിരി ഡേറ്റ ഉണ്ട്. അപ്പോൾ ആ ഡേറ്റ ഇപ്പോൾ മഴയെ സംബന്ധിച്ചിട്ടുള്ള അപ്പോൾ നമുക്കൊരു ന്യൂനമർദ്ദം വരാൻ പോകുന്നു. ഇപ്പോൾ ഈ ഒരു വേനൽക്കാലം നമ്മൾ കണ്ടു. വേനൽക്കാലം കഴിഞ്ഞിട്ടുള്ളൊരു മൺസൂണിലേക്ക് നമ്മൾ പോകുന്നു. സാധാരണ ഒരു വേനൽക്കാലത്ത് ഡെങ്കി ഉണ്ടാവത്തില്ല, കാരണം ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ വേനൽക്കാലത്ത് ന്യൂനമർദ്ദവും മഴയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ അത് കണ്ടു, അതേപോലെ ഉണ്ടായി. ഇത് നമ്മൾ AI ഉപയോഗിച്ച് ചെയ്യുന്നു. ഇതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ ഈ ഇൻപുട്ട് നമ്മൾ കൊടുത്താൽ ഇതിൻ്റെ പ്രഡിക്ഷൻസ് ഈ സോഫ്റ്റ്വെയറിലൂടെ തന്നെ സാധ്യമാകും. അതാണ് ഇപ്പോൾ സീരാക്ക് അതിൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് KCDCയിലെ ഒരു ഭാഗമായിരിക്കും. അത് നമുക്ക് ഈ പറഞ്ഞതുപോലെ വ്യക്തികൾ മാറിയാലും സിസ്റ്റം ഉണ്ടാകും. അത് ടെക്നോളജി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള. അപ്പോൾ ഇതാണ് KCDC. എവിടെ നിൽക്കുന്നു KCDCയുടെ വർക്ക്? നമ്മളുടെ സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത് ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ സർക്കാർ തന്നെ യൂണിവേഴ്സിറ്റിക്ക് പണിത് നൽകിയൊരു കെട്ടിടമാണ്. അവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഒരു ഒക്ടോബർ മാസത്തോടുകൂടി ഈ KCDCയുടെ തന്നെ ഈ പറഞ്ഞ സംവിധാനം ഉണ്ടല്ലോ, സോഫ്റ്റ്വെയർ ഓൾറെഡി ഏതാണ്ട് ഡെവലപ്ഡ് ആണ്. അത് ഇൻസ്റ്റലേഷനും മറ്റു കാര്യങ്ങളും അവിടെ നടക്കും. പിന്നെ അതിനുശേഷം ഈ എപ്പിഡമിക് ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ അതിനൊരു ടീം കൂടി ബിൽഡ് ചെയ്യുന്നുണ്ട്. അതുകൂടി സാധ്യമായാൽ KCDC ഒക്ടോബർ എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും കേരളം ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായിരിക്കും.